ബാംഗ്ലൂർക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ വച്ചാ അച്ചോ ഉറങ്ങിയ അത് കൊള്ളാം. ഞാനൊന്ന് കണ്ണടച്ച കുറ്റ. അത് ശരി, കണ്ണു തുറന്നു ഉറങ്ങണേ. എന്താ എനക്കറിയ ആലോചിക്കണേ? വല്ല കണ്ടുപിടുത്തം നടത്താൻ പോകണ്ടോ? വാ, ചോറിന് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണ്. എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ടിയാണ് മുഴുണ്ടാക്കി വെച്ചത്. അത് പറ്റില്ല. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, എനിക്ക് ചന്ദ്രേട്ടാ. കുട്ടികളെല്ലാം ഉറങ്ങി. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കള്ളൻ തരും. എഴുന്നേറ്റ് പോടാ. മാട്ടേ, ഞാൻ പോക മാട്ടേ. പിന്നെ എതുക്ക് എന്നെ കല്യാണം പണി കൊണ്ടുവന്ന ചന്ദ്രേട്ടാ? എന്റെ കരളേ, പന്നിമോറിനെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിപ്പുടി കട്ടിപ്പുടിടാ, കണ്ണാള കണ്ടപ്പട്ടി കട്ടിപ്പുടിടാ, കാശ്മലൻ കഥമചുണ്ടൻ. മനുഷ്യന്റെ കൊടല് കരിഞ്ഞ് മണം വരുമ്പോളാ സ്വപ്നം കാണല്. അതിന് കാണാൻ ഒരുപാടുണ്ടല്ലോ. എന്റെ ഒരു വിധിയേ, നല്ല ഒന്നാന്തൊരു ആൺകുട്ടി. ചോറുവെപ്പ്, അലക്ക്, പെരടിച്ചു വാരില്ലേ, അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെ സകലതും ചെയ്തു കൊടുക്കണം. എന്നാലും ചീത്ത ബാക്കി. നീ സകലതും ചെയ്തു തരണുണ്ടോ? കൂടെ കിടക്കണില്ല, അത്രല്ലേ ഉള്ളൂ. അതിന് ഞാനൊരു ആൺകുട്ടിയായി പോയി, ഇല്ലെങ്കിൽ അതും ചെയ്തെന്ന് തന്നെ. ഓ, നീ ഒരു പെണ്ണാവാതിരുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നീ എന്റെ മുറപ്പൺ. എന്റെ അമ്മേ, പെണ്ണായി ജനിക്കാത്തതിന് നിന്നെ ഞാൻ തൊഴുന്നു. എന്താ ഇതിൽ ഉപ്പിട്ടിട്ടില്ലടാ? ഉപ്പിട്ടാ പോരെ. ഇതാണ് ചന്ദ്രേട്ടാ ജീവിതം എന്ന് പറയണത്. ഈ പരിപ്പ് കറി പോലെയാ. നീ എന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ? തത്വം വരുന്നു. ഇത് വെള്ളമടിക്കാത്ത തത്വ. ഉപ്പ് കുറഞ്ഞ സുഖല്യ, ഉപ്പ് കൂടിയാലോ കയ്പ്. ഇതാണ് മോനെ ചന്ദ്രഹാസ ജീവിതം. ಟ್ರಿಪ್ ಎಲ್ಲಿಗೆ? ಬ್ಯಾಂಗ್ಳೂರ್ಗೆ. ಒಂದು ಲಿಫ್ಟ್ ಕೊಡುವುದಾ? ಬೆಳಿಗ್ಗೆ ಬೆಂಗಳೂರಿನಲ್ಲಿ ಬಿಟ್ಟದೇ ಸಾಕು. ನಿನ್ನೆ ಜೋದಿ ನಾನು ಬರ್ಬೋದಾ? ಬೇಡಪ್ಪ ಬೇಡ. ಗುರು ನಿದ್ರೆ ಮಾಡದೆ ಹೋಗ್ಬೋದು. സാധന കൊള്ളാം. അധികം ഓടിയിട്ടില്ല. എന്താ ഓടിക്കണം? ഓടിക്കൊന്നും വേണ്ട, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാലോ. നിനക്ക് വായിക്കാൻ ഒരുപാട് കൊച്ചു കൊച്ചു പുസ്തകങ്ങളില്ലേ, അതുപോരെ? നമുക്ക് അതിനൊന്നും യോഗല്ല. എനിക്ക് വയസ്സെത്രയെന്ന് അറിയാലോ. നീ വയസ്സറിയിച്ചാണെന്ന് എനിക്കറിയാം. എടാ, നമ്മുടെ മണിയണ്ണന്റെ മോളെ നിനക്കൊന്ന് ആലോചിച്ചാണ്. അർഹതപ്പെട്ട മുറപ്പെടേണ്ട കാര്യത്തിൽ എന്നെ ചതിച്ച ആളാ ഇപ്പൊ ആലോചനയും കൊണ്ട് വന്നിരിക്കുന്നു. പറയും ഞാൻ. എന്തിനാ ഇളിക്കണേ? എന്റെ പെങ്ങളെ കെട്ടാൻ നല്ല യോഗ്യനാ നീ, ആളുകൊണ്ടും ബുദ്ധി കൊണ്ടും. എനിക്ക് എന്തൊരു കുറവ്? സൗന്ദര്യമില്ലേ, അത് വിദ്യാഭ്യാസം. നീ സിനിമാ നടനെ പോലെയല്ലേ ഇരിക്കുന്നത്. പിന്നെ പഠിപ്പ്, അതിന് നീ അവളേക്കാ കേമൻ. അവള് വെറും MA, നീ SSLC, അത് 4 പ്രാവശ്യം ഫെയിൽ. നമുക്കെടുത്ത് പോവാം. ഇപ്പൊ രക്ഷപ്പെടണം. വണ്ടി എടുക്കണ്ടേ ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടാ, വെറുതെ പുലിവാലി പിടിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിടിച്ച് കേട്ടാ, പിടിക്ക്. പോയിന്താ ഹോസ്പിറ്റലിൽ ले जाएंगे. അതാ നല്ലത്, അവർ കൊണ്ടുപോയിക്കോട്ടെ. ഇവനെന്താ കണ്ണുമുക്കില് ഇടിച്ച് കൊന്നനാ? മണ്ടത്തര ചന്ദ്രേട്ടൻ കാട്ടിയ. അവര് നല്ല ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വന്നത് തലേന്ന് ഒഴിഞ്ഞു പോയനെ. മോശം. അത്ര വലിയ ത്യാഗം ശരിയല്ല. നമുക്ക് പറ്റിയ നമ്മളെ ഏറ്റോ. അയ്യോ, ചോര ചത്തനെ റോട്ടിൽ തട്ടിടും. എന്റെ ഈശ്വര. ഓ, നെഞ്ചിരിക്കുന്നുണ്ട്. ബാക്കി ചന്ദ്രേട്ടാ മരിച്ചോ? മരിച്ചോല്ല, പിന്നെ അയ്യോ പെണ്ണ്. തെണ്ടി, ഈ നേരത്ത് നിനക്ക് ഇതേ വിചാരമുള്ളൂ അല്ലടാ? ഓ അതല്ല, ഇയാളൊരു പെണ്ണാ.
പെണ്ണോ? നോക്കിയേ, പാവം, നല്ല കിളുന്ത് പോലത്തെ കുട്ടി. കിളുന്തായാലും കായായാലും പാതിരാത്രിക്ക് മനുഷ്യനെ തുളയ്ക്കാൻ കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയരുത്. കണ്ണും മൂക്കിലാണ്ട് വണ്ടി ഓടിച്ചിട്ട് മനസാക്ഷി വേണം, മനസാക്ഷി. എന്ത് വേണം? വേഗം വണ്ടി വേണം നോക്ക്. എന്റെ അകലൂർ കാവിലമ്മേ, ഞാനൊരു പട്ട് കുരി തന്നോളാം, കുഴപ്പം വരുത്തല്ലേ. അയ്യോ, അവരെന്നെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എടുത്ത് പോ ചന്ദ്രേട്ടാ. അവര് നമ്മളെ വിടാൻ പോകുന്നു. ಏನಾಯ್ತು? ಎಕ್ಸ್ರೇನಲ್ಲಿ ನೋಡ್ಬೇಕು, ಆದ್ರೆ ಯಾವ್ದು ಮಾತಾಡೋದಕ್ಕೆ ಯಾವ್ದು. എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നാളെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ, ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ഇവര് നോയിക്കോട്ടെ, നമുക്ക് തടി കൊണ്ട് സ്ഥലം വിടുന്നല്ല ബുദ്ധി, അല്ലെങ്കിൽ ഇടീനിയും പാഴ്സലായിട്ട് വരും. അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല. നാളെ പോലീസ് വന്നിട്ട് പോകാൻ പറ്റൂ. എന്റെ അമ്മ, ഇവിടെയും മലയാളിയല്ലോ, ഇനി പോലീസുകാരുടെയും കൊള്ളല്ലോ ഭഗവാനെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ ലോഡ് ഇറക്കിയിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് പേടിയാ. എന്നാ ഞാൻ ഇവിടെ നിൽക്കാം, നീ ലോഡും കൊണ്ടുപോ. എന്നാ ലോറിയുടെ താക്കോല്. മനുഷ്യനോട് പട്ടിയാക്കരുത് കേട്ടോ. 4-5 കൊല്ലായി വാല് പോലെ കൂടെ കൂടിയിട്ട് ഇതുവരെ സ്ഥിരവും തൊടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിനക്കവനൊന്നും നേരമില്ലല്ലോ, പഞ്ചാരടിക്കല്ലേ നേരമുള്ളൂ. അതെ, ഇത്തിരി സൗന്ദര്യമുള്ളവരോട് പെണ്ണുങ്ങൾ ചിലപ്പോ ചിരിക്കും, സംസാരിക്കും. ഇതിലൊന്നും അസൂയപ്പെട്ട് കാര്യമില്ല. മോന്തണ്ടില്ലേ 8 പോത്ത്. ഇങ്ങനെയുണ്ടോ അസൂയ? പനി 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 തീരല്ല. എന്താ ചെയ്യാ? മോൻ വെറുതെ പനിക്കണ്ട. നിന്റെ ബാഗ് അസൂയ. ഇല്ല ദാസ, മരിക്കൊന്നുമില്ല. ശരി ശരി. ഹൈദരാബാദ് ലോഡിന് വേറെ വണ്ടി ശരിയായി കൊടുത്തു. പാലക്കാട്ടേക്ക് ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട്. ആ കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ എത്തും, അല്ലെങ്കിൽ 2 ദിവസം താമസിക്കും. ആ ശരി. സിസ്റ്ററെ, ഈ കട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി അതെവിടെ പോയിന്ന് അറിയില്ല. അറിയില്ലെന്നോ? ബോധം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് എങ്ങോട്ട് പോയി നിങ്ങൾ അറിയണ്ടേ? ഞങ്ങൾക്കത് നോക്കിയിരിക്കാൻ പറ്റുമോ? വെളുപ്പിനെ നോക്കുമ്പോ കട്ടിൽ ആളില്ല.
കൂടെ ഒരാളുണ്ടായിരുന്നു. എനിക്കറിയില്ല. என்ன நல்ல தூக்கம் வருது. அப்படி என்ன பேசாம வந்து பாடு. நிம்மதியா தூங்குறேன்னா ஒரு மருந்து தான் தேவை. என்ன 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 போ പോ. മണിയണ്ണ, ഓ പണ്ടാരടങ്ങി. ആരാ അത്? മണിയണ്ണ, ഞാനാ ചന്ദ്രൻ. നീ ഇപ്പൊ വരണ വഴിയാ? ആ അതെ. ഇന്ന് നമ്മുടെ പ്രേമനെ കണ്ടിരുന്നോ? ഇല്ല, അവൻ നിന്റെ കൂടെ വന്നില്ലേ? ഇവനിത് എവിടെ പോയി ചത്തെടുക്ക? ഇവനൊക്കെ എടാ ചന്ദ്ര, വല്ല കുഴപ്പമുണ്ടാടാ? പന്നിയുടെ മോൻ. പന്നി ഇത് ഞാനാടാ. ആര്? ആരാന്ന്? നിന്റെ തന്ത. മനുഷ്യനോടെ ടെൻഷൻ അടിച്ചിട്ട് നിന്നോട് അവിടെ വെയിറ്റ് ചെയ്യാനടാ പറഞ്ഞത്. വെയിറ്റ് ചെയ്ത് ഞാൻ കാണായിരുന്നു. ആ സുമോക്കാർ വന്ന് എന്റെ ശവം പോലും കിട്ടുമായിരുന്നില്ല. അവരൊന്ന് പെണ്ണെ കൊണ്ടുപോയോ? പ്രേമൻ അത്ര മണ്ടനാന്ന് വിചാരിച്ചോ? ചന്ദ്രേട്ടൻ വണ്ടി കൊണ്ട് ആശുപത്രിയുടെ ഗേറ്റ് കിടന്നപ്പോഴേക്കും ബോധം തെളിഞ്ഞു. ഉടനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരൊന്ന് രണ്ടാളെയും കൊല്ലുന്നു പറഞ്ഞു മധു. ആര്? മധു. മാധുരിയേ. അതാരാ? മാധുരി എന്നാ പേര്. ഞാൻ മധു എന്നാ വിളിക്കണേ. എങ്ങനെയുണ്ട്? ബെസ്റ്റ്. എന്നിട്ട് മാധു എവിടെ പോയി? മാധു അല്ല, മധു. അകത്തുണ്ട്. എവിടെ? അവളകത്ത് ചന്ദ്രേട്ടന്റെ കട്ടിലുമ്പ കിടന്ന് ഉറങ്ങണ്ടെന്നേ. നല്ല ഉറക്ക. ഭയങ്കര അകത്തെ സാക്ഷയ്ക്ക് ഉറപ്പില്ലാന്ന് പറഞ്ഞ് പുറത്ത് താഴോട്ട് പൂട്ടിച്ച് ആ താക്കോലും വെച്ച് കിടന്ന് ഉറങ്ങണ കള്ളി. ഈ പണ്ടാരത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്ക ആരാ പറഞ്ഞു? ഞാൻ പിന്നെ കൊണ്ടുണ്ടു. പ്രായം കൂടുതൽ പെണ്ണല്ലേ, അതൊരു സുന്ദരി. അതിന് ഇവളെന്താ നിന്റെ പെങ്ങളാ? പെങ്ങളൊന്നുമല്ല. എന്ത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല കളി. ഇട എന്താ ഏതാന്നറിയാത്തൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ കയറ്റി കിടത്താൻ നിനക്ക് അത്ര ബോധമല്ലേ? നാളെ നാട്ടുകാർ ചോദിച്ചാ ഞാനെന്ത് പറയും? അത് ചന്ദ്രേട്ടൻ പേടിക്കണ്ട. ചോദിച്ചവരോടൊക്കെ ഞാൻ ചന്ദ്രേട്ടൻ അമ്മാവന്റെ മോളെന്നാ പറഞ്ഞേ. അതെന്താ എന്റെ പേര് പറഞ്ഞ? പിന്നെ എന്റെ പേര് എത്തിയേക്കാൻ പറ്റുമോ? ഞാനൊരു കല്യാണം കഴിക്കാത്തേക്കനാ. നമ്മുടെ വണ്ടി ഇടിച്ചൊരു പെണ്ണിനെ പെരുവഴിലിട്ട് പോരാൻ എന്റെ മനസ്സത്ര കാര്യങ്കല്ലൊന്നല്ല. ചന്ദ്രേട്ടന്റെ പെങ്ങളാണെങ്കിൽ അങ്ങനെ പറയോ? എടാ, അവളുടെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല. ആ സുമോല് വന്ന ഉദ്ദേശം എന്താ? അതവരവളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നല്ലേ. എന്റെ ചന്ദ്രേട്ടൻ വിചാരിക്കണം പോലത്തെ പെണ്ണൊന്നല്ല മധു. വലിയത് വീട്ടിലെ കുട്ടിയാ, വലിയ കാശുകാരാ. എന്തായാലും എന്റെ വീട്ടിൽ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ഇതും കൂടെ തലയെ കയറ്റി വെക്കാൻ വയ്യ. ഞാൻ കയറ്റിക്കൊള്ളാം. ചന്ദ്രേട്ടൻ വിഷമം വിചാരിക്കരുത്. എന്നെ അവൾക്ക് വലിയ ഇഷ്ടാ. എനിക്ക് എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുറക്കാണ് ചന്ദ്രേട്ടാ. ഓഹോ, തുറന്നോളൂ. താങ്ക് യു. നാളെ നേരം വെളുക്കുമ്പോ അധ്യായം തുറന്ന് ഇറങ്ങിക്കോണം ഇവിടുന്ന്. എങ്ങോട്ട്? എനിക്കറിയില്ല. നാളെ രണ്ടിനെ എന്റെ കൺമുന്നിൽ കണ്ട